ജോബ് ഹാപ്പിനെസിന്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മാനദണ്ഡം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് മോസ്റ്റ്ലി SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം മന്ത്ലി ജോബ് ബേസ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് വളരെ ലൈവാണ്, വളരെ ആക്റ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമന്റ്സ് പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഷെയർ ചെയ്യുക. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. അപ്പോൾ യൂഷ്വലി നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം, അതായത് ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയ ഒരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ ഓൾ കേരളയിലുള്ള വേക്കൻസി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അറിയാനും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ട്രെയിനിങ്ങും അതുപോലെ CV കറക്ഷൻ ഇത്തരത്തിലുള്ള സർവീസോട് കൂടി തന്നെ വളരെ പെട്ടെന്ന് ഒരു വർഷത്തോളം നിങ്ങൾക്ക് ഇതിന്റെ സർവീസ് പീരീഡിലൂടെ കടന്നു പോകാനും പെട്ടെന്ന് തന്നെ നല്ല ഒരു ജോബിലേക്ക് പ്ലേസ്ഡ് ആവാനും സ്മാർട്ട് മൂവ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടി പറയുകയാണ്. എന്താണ് മന്ത്ലി ജോബ് ഹാപ്പിനെസിന്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളതാണ്. അതായത് എല്ലാ മോസ്റ്റ്ലി ഉള്ള കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളും യൂഷ്വലി ഓപ്റ്റ് ചെയ്യുന്ന ഒരു വർക്കിംഗ് പാറ്റേൺ അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോലി പ്രിഫറബിളി മന്ത്ലി ബേസിലുള്ള സാലറി എന്നുള്ള രീതിയിലാണ്. അതിന്റെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ പെർ ഡേ സാലറി കളക്ട് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്, അതല്ലെങ്കിൽ പെർ ആനം കാൽക്കുലേഷനിൽ, അതായത് ഒരു വർഷത്തിന്റെ ഒരു ടോട്ടൽ രീതിയിൽ എങ്ങനെയാണ് എന്നൊക്കെ കാൽക്കുലേഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഒരു മെജോറിറ്റി ഓഫ് ജോബ് സീക്കേഴ്സും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മന്ത്ലി ജോബ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അപ്പൊ ജസ്റ്റ് നാല് പോയിന്റ്സ് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതൊരു സസ്റ്റെയിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വർക്കിനെ എൻജോയ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുമായിട്ട് ഒരു എംപ്ലോയി എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വർക്കിംഗ് ടാർഗറ്റ് അക്കംപ്ലിഷ്മെന്റ് ഇൻ എ ഡേ എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ഒരു എംപ്ലോയി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അത് മിക്കവാറും ട്രെയിനിങ് പീരീഡിനകത്ത് എംപ്ലോയർ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇത്രയും ടാസ്കുകളാണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് റിപ്പീറ്റഡ്ലി പറയുന്ന എംപ്ലോയേഴ്സും പറയാത്തവരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ് ഞാനിവിടെ എല്ലാ ദിവസവും വരുന്ന സമയം മുതൽ ഇറങ്ങുന്ന സമയം വരെ ചെയ്യേണ്ടതായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മെയിൻ്റനൻസ് എന്നുള്ളതാണ്. നമ്മുടെ കോവർക്കേഴ്സ് ആൻഡ് കൊളീഗ്സിനുമായിട്ടുള്ള ഒരു റിലേഷനെ കൃത്യമായിട്ട് ക്വാളിറ്റിയോട് കൂടി നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ഒരു ദിവസം കഴിയുന്ന സമയത്ത് അതൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് സെക്ടർ ഉണ്ടായിരിക്കും. അത് പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരു സർവീസ് ആണെങ്കിൽ അങ്ങനെ, അതിന്റെ ഫീഡ്ബാക്കുകൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നൊന്ന് അറിഞ്ഞു വെക്കുക. അതായത് ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല അഭിപ്രായമാണോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് സൈഡിനെ കുറിച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു റിഫ്രഷ്മെന്റ്, അതിപ്പോൾ എല്ലാ ഓർഗനൈസേഷൻസിനും ഇയർലി ഉള്ള സ്റ്റാഫ് ട്രിപ്പുകളോ അത്തരത്തിലുള്ള വീക്ക്ലി എന്റർടൈൻമെന്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് നോക്കുന്നു. ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലി സാലറി റിട്ടേൺസ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് ആ ഒരു മന്ത്ലി റിട്ടേൺസ് വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ എൻഷുർ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ആ ഫീഡ്ബാക്കിനെ കുറിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കൊളീഗ്സിനായിട്ടുള്ള റിലേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഉറപ്പുവരുത്തി പോകുന്ന ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് അവരൊരു മന്ത്ലി ജോബ് എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ഒപ്പീനിയൻ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും നല്ല നല്ല ഒപ്പീനിയൻസ് ഉണ്ടാവും. കമന്റ് സെക്ഷനിലാണ് അത് ലൈവ് ആക്കേണ്ടത്. അതുപോലെ തന്നെ SM ടോക്സ് കാണുന്നവരെല്ലാവരും എൻഷുർ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയൊരു ചാർജസ് ഇല്ലാതെ, അതായത് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അതായത് 25,000 ഹാഫ് സാലറി എന്ന് പറയുന്നത് 12,500 രൂപയൊക്കെയാണ്. അതൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് റെഗുലർ ആയിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റ്സ് അറിയുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് സ്മാർട്ട് മൂവ്സ് പ്രൊവൈഡ് ചെയ്യും. താഴെ കൊടുത്തിരിക്കുന്ന ഈ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ CV ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.